മറ്റൊരു ക്രിസ്മസ് കാലം കൂടി വരാൻ പോവാണ്. ഇപ്പോൾ തിയേറ്ററുകളിൽ ക്രിസ്മസ് റിലീസുകളൊക്കെ ഇപ്പം തന്നെ ഡിസംബർ ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ എന്താ പറയുക, തിയേറ്ററുകളിലൊക്കെ ക്രിസ്മസിനും നിറഞ്ഞു നിൽക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഞാനിപ്പോൾ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 30 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ക്രിസ്മസ് സീസൺ. ആ ഒരു ക്രിസ്മസ് സീസണിൽ തിയേറ്ററുകൾ നിറഞ്ഞ എന്താ പറയുക, കാഴ്ചക്കാരെ ആസ്വദിപ്പിച്ച കുറച്ച് സിനിമകളെ കുറിച്ചാണ്. പ്രധാനമായിട്ടും 6 സിനിമകളാണ് ആ ഒരു ക്രിസ്മസ് സമയത്ത് തിയേറ്ററിലെത്തിയത്. സാക്ഷ്യം, അറേബ്യ, വ്രതന്മാരെ സൂക്ഷിക്കുക, ഇന്ത്യൻ മിലിറ്ററി ഇൻ്റലിജൻസ്, ശിപ്പായി ലഹള, പുതുക്കോട്ടയിലെ പുതുമണവാളൻ. അപ്പോൾ ഈ ഒരു 6 സിനിമകളും വ്യത്യസ്തമായിട്ടുള്ള ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ജോണേഴ്സിലുള്ള സിനിമകളാണ്. അതിൽ സാക്ഷ്യം എന്ന് പറയുന്ന ഒരു സിനിമ ഡയറക്ടർ മോഹൻ, അദ്ദേഹം നമുക്കറിയാം 80കളിലൊക്കെ ശാലിനിൻ്റെ കൂട്ടുകാരിയും ഒക്കെ പോലത്തെ എന്താ പറയുക, ഇടവേള കുറേ സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഒരു മൂഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഭയങ്കര വേറൊരു ടൈപ്പ് ഓഫ് സിനിമകളാണ്. അങ്ങനെ ഭയങ്കര ഒരു കമേഴ്ഷ്യൽ സിനിമകളോ ഭയങ്കര ഒരു ജോളി ആയിട്ടുള്ള സിനിമകളോ അല്ല, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കഥകളോ പറയുന്ന സിനിമകളാണ്. അപ്പോൾ സാക്ഷ്യം എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് ആക്ഷൻ ഹീറോ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന സുരേഷ് ഗോപി, മുരളി, ഗൗതമി, ഇവരെ ചുറ്റിപ്പറ്റിയാണ് ആ ഒരു സിനിമ. ആ സിനിമ കണ്ടവർക്കൊക്കെ അറിയാം. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്, 6ാം ക്ലാസ്സിലൊന്നാണ് ആ സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് സുരേഷ് ഗോപിയാണ് ഒരു ആക്ഷൻ ഹീറോ താരമൂല്യമെങ്കിലും മുരളി അപ്പുറത്തെ ഹീറോ ആയിട്ട് സിനിമകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി സുരേഷ് ഗോപിയാണ് ശരിക്കും നമുക്കറിയാവുന്ന ഒരു സൂപ്പർ സ്റ്റാർ. പക്ഷേ ആ ഒരു സിനിമ കണ്ടവർക്ക് അറിയാം ശരിക്കും മുരളിയാണ് നായകൻ. മുരളിയുടെ ഒരു വൈഫായിട്ട് ഗൗതമിയുടെ ഒരു പഴയ കാമുകനായിട്ട് സുരേഷ് ഗോപി. സിനിമ കണ്ടവർക്ക് അറിയാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കാണാവുന്ന ഒരു സിനിമ തന്നെയാണ്. അതാണെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് മൂവി തന്നെയാണ്. ആ ഒരു സിനിമയിലാണ് ആദ്യമായിട്ട് മഞ്ജു വാര്യർ വരുന്നത്. ഇതിൽ ഗൗതമിയുടെ മുരളിയുടെ മകളായിട്ട് ഒരു സ്കൂൾ കുട്ടിയായിട്ട് മഞ്ജു വാര്യർ അന്ന് 10ാം ക്ലാസ്സിൽ എന്തോ പഠിക്കണമെന്ന് തോന്നി. ഈ ഒരു സിനിമയിലൂടെയാണ്, അന്ന് കലോത്സവത്തിലൊക്കെ പങ്കെടുത്ത് കലാതിലകമൊക്കെ ആയിട്ടുള്ള മഞ്ജു വാര്യറാണ്. ഈ ഒരു സിനിമ ഇറങ്ങിയ ശേഷമാണ് സല്ലാപത്തിലേക്ക് വേണ്ടി, എനിക്ക് തോന്നുന്നു അത് ഈ ഒരു സിനിമ അത് ഇറങ്ങുകയോ അതോ ഈ സിനിമയുടെ ഷൂട്ട് നടക്കുകയോ എന്തോ ആണ്. ഇത് കഴിഞ്ഞിട്ടാണ് സല്ലാപത്തിലേക്ക് മഞ്ജു വാര്യർക്ക് ഒരു എൻട്രി കിട്ടിയത്. പിന്നെ അറേബ്യ എന്ന് പറയുന്നൊരു സിനിമ ജയരാജ ഡയറക്ട് ചെയ്ത സിനിമ, ബാബു ആൻ്റണി. അന്ന് ബാബു ആൻ്റണിയുടെ സിനിമകളൊക്കെ ഹിറ്റായി. പിന്നീട് ചെറിയൊരു ഒരു ഡൗൺഫോളിൽ ബാബു എനിക്ക് നിൽക്കുന്ന ഒരു സമയത്താണ് അറേബ്യ ഇറങ്ങിയിരുന്നത്, തിയേറ്ററിൽ ഇറങ്ങിയിരുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റിലേക്കാണ് ആ ഒരു സിനിമ വന്നത്. പിന്നെ വൃദ്ധന്മാരെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്, അത് സുനിൽ എന്ന് പറയുന്ന ഡയറക്ടർ, മാനത്തെ കൊട്ടാരമൊക്കെ ചെയ്ത സുനിൽ ഡയറക്ട് ചെയ്ത സിനിമയാണ്. അത് ജയറാമും ഖുഷ്ബുക്കി ആണെങ്കിലും ഇപ്പോഴും നമുക്കറിയാം അതിൽ നിറഞ്ഞ് എന്താ പറയുക ആറാടിയത് ദിലീപും ഹരിശ്രേഷ് അഭിനയിക്കുകയാണ്. കുറേ വൃദ്ധന്മാർ, നമുക്കറിയാം ഒരു സിനിമയുടെ കഥ. അതിൽ വൃദ്ധന്മാരാണെന്നും പറഞ്ഞ് വേഷം കെട്ടി ദിലീപും ഹരിശ്രേഷോകനെയൊക്കെ അവിടെ വന്ന് ഒരു എന്താ പറയുക അവർ തകർത്താടിയ ഒരു സിനിമ തന്നെയാണത്. പിന്നെ ശിപ്പായി ലഹള, സംവിധായകൻ വിനയൻ കമേഴ്ഷ്യൽ സിനിമകളിലോട്ട് വന്നു തുടങ്ങിയ ആ ഒരു സിനിമയാണ് ശിപ്പായി ലഹള. അതിൻ്റെ ഒരു തുടക്കം സിനിമ തന്നെയാണ്. മുകേഷും ശ്രീനിവാസനൊക്കെ കുറേ പറ്റുന്ന രസകരമായിട്ടുള്ള ഒരു സിനിമയാണ് ശിപ്പായി ലഹള. പിന്നെ ഇന്ത്യൻ മിലിറ്ററി ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സിനിമ സുരേഷ് ബാബു ഡയറക്ട് ചെയ്ത, ഡെന്നിസ് ജോസഫാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. ആ ഒരു സിനിമയിൽ ശരിക്ക് മുരളിയും ഗണേഷ് കുമാറുണ്ട്, ഇവർ കുറേ പേരൊക്കെ അതിലുണ്ടെങ്കിൽ കൂടിയും അതിൽ ബാബു ആൻ്റണി ഉണ്ട് ശരിക്ക്. പക്ഷേ ബാബു ആൻ്റണി നമുക്കതിലൊരു ഹീറോ ആണെന്ന് വെച്ചാൽ ഹീറോ അല്ല. അന്ന് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്, ആ ഒരു സിനിമയിൽ ബാബു ആൻ്റണിക്ക് എന്നൊരു താരമൂല്യം ഉള്ളതുകൊണ്ട് ബാബു ആൻ്റണിക്ക് വേണ്ടി ആ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് കുറേ, അതായത് ആ പോസ്റ്ററിലൊക്കെ ഒന്ന് നിറഞ്ഞു നിന്നിരുന്നത് ബാബു ആൻ്റണി ആയിരുന്നു എന്നുള്ളതിന് അന്ന് ആ സിനിമ അന്നത്തെ ആ കാലത്ത് മാഗസീൻസിലൊക്കെ കണ്ടാൽ നമുക്കറിയാം. പിന്നെ ഉള്ളത് പുതുക്കോട്ടയിലെ പുതുമണവാളൻ. അപ്പോൾ ആ ഒരു സിനിമ റാഫി മെക്കാട്ടിൻ എന്ന് പറഞ്ഞ അന്നത്തെ ഹിറ്റ് റൈറ്റേഴ്സ് അവരാദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ. ജയറാമും പ്രേംകുമാറും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിട്ട് അവർ രണ്ടുപേരും, സതീഷ് കൊച്ചിൻ, ഗിരീഷ് കൊച്ചിൻ എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവരും അത് കാണാത്ത സിനിമ സ്നേഹിക്കുന്നവരെല്ലാവരും കമേഴ്ഷ്യൽ സിനിമകൾ ഇഷ്ടപ്പെടുന്ന, കോമഡി സിനിമകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആ സിനിമ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും സിനിമകളാണ്. അന്ന് ക്രിസ്മസ് വിന്നറായിരുന്നത് പുതുക്കോട്ടയിലെ പുതുമണവാളൻ തന്നെയായിരുന്നു. മറ്റു സിനിമകളൊക്കെ എനിക്ക് തോന്നുന്നു അതിൽ സാക്ഷ്യവും ഇന്ത്യൻ മിലിറ്ററി ഇൻ്റലിജൻസൊക്കെ ഒരു ആവറേജിൽ പോയൊരു സിനിമകളാണ്. വൃദ്ധന്മാരെ സൂക്ഷിക്കുക അത്യാവശ്യം ഓടിയ ഒരു സിനിമ തന്നെയായിരുന്നു. ബാക്കി സിനിമകളൊക്കെ അറേബ്യ അത് ഫ്ലോപ്പായിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. എന്തായാലും വിന്നറായിരുന്നത് പുതുക്കോട്ടയിലെ പുതുമണവാളൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും അന്ന് പുതുക്കോട്ടയിലെ പുതുമണവാളൻ്റെ ഒരു മുമ്പ് റാഫി മെക്കാട്ടിൻ സ്വന്തമായിട്ട് ഇവർ സംവിധാനം ചെയ്യാനായിട്ട് ഇവർ 2 കഥകളാണ് അന്ന് ആദ്യം പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തൊക്കെ വന്ന് പറഞ്ഞിരുന്നത്. അതിൽ ആദ്യത്തെ ഒരു കഥ കേട്ടിട്ട് പറഞ്ഞു ഇത് ഭയങ്കര ഹെവി ആയിട്ടുള്ള സബ്ജക്റ്റാണ്, നിങ്ങളത് ഇപ്പോൾ ഫസ്റ്റ് പടമായിട്ട് ചെയ്യണ്ട എന്ന പ്രൊഡ്യൂസേഴ്സും കൂടെയുള്ളവരൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത് പറഞ്ഞ ആ ഒരു ലൈറ്റ് സബ്ജക്റ്റ് ഇത് നമുക്ക് ആദ്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പുതുക്കോട്ടയിലെ പുതുമണവാളൻ തുടങ്ങുന്നത്. അന്ന് അവർ
ആദ്യം പറഞ്ഞ് പിന്നീട് ചെയ്യാമെന്ന ഉദ്ദേശം അതാ പിന്നീട് ചെയ്തു, അതും സൂപ്പർ ഹിറ്റായി. അതായിരുന്നു പഞ്ചാബി ഹൗസ്. അപ്പോൾ എന്തായാലും ഇത്രയും സിനിമകളാണ് ആ 95 ക്രിസ്മസിന് റിലീസായത്. അതിൽ എല്ലാം ഒന്നിനൊന്ന് മികച്ച സിനിമകൾ തന്നെയാണ്. ശിപ്പായി ലഹള ഇത് തിയേറ്ററിൽ ഹിറ്റായ ഒരു സിനിമയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്പർ 1 പുതുക്കോട്ടയിലെ പുതുമണവാളൻ തന്നെ ആയിരിക്കണം. അന്നത്തെ ഈ പറഞ്ഞ സിനിമകളൊക്കെ ഒന്ന് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അന്ന് ഈ പറഞ്ഞ സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ നമ്മളോട് കമൻറ്റ് ചെയ്യുക. കാരണം നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ ഒരു ക്രിസ്മസ് സീസൺ വരെയാണ്. ഇന്നൊരു 6 സിനിമകളോ അല്ലെങ്കിൽ 7 സിനിമകളൊക്കെ ഒരുമിച്ച് ഇറങ്ങുക എന്ന് പറയുന്നത് കുറവാണ്. ഇന്ന് എനിക്കൊന്ന് 2 സിനിമ 3 സിനിമ അതിനപ്പുറത്തോട്ടൊന്നും ഫെസ്റ്റിവൽസില്ല. കാരണം ഇന്ന് ആളുകൾ വളരെ സെലക്റ്റീവാണ്. തിയേറ്ററിൽ ഒരു സിനിമയ്ക്ക് മാത്രം മാസത്തിൽ ഒരിക്കലോ ഒക്കെ പോകുന്ന ഒരു സമയമൊക്കെയാണ് നിന്നത്. കാരണം എൻ്റർടൈൻമെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പോകുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തെ പോലെയൊന്നും നമുക്ക് ഇന്ന് കാണാൻ പറ്റില്ല. പക്ഷെ അന്ന് ഇത്രയും സിനിമകൾ ഇറങ്ങിയാലും ചിലപ്പോൾ തന്നെ എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണുന്ന പ്രേക്ഷകരുണ്ടാവും. കാരണം വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ ആ ഒരു ഓർമ്മകളൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യാം.